ഓക്കെ, നമ്മളങ്ങനെ മൊഡ്യൂൾ 5ലേക്ക് പോവാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് ആണ്. വളരെ എളുപ്പമാണ്. ഓക്കെ, ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പേര് പറയുന്ന പോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാര്യങ്ങൾ ബന്ധപ്പെട്ടത് റെക്കോർഡ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള എന്താ പറയുക, ഇടപാടുകൾ റെക്കോർഡ് ചെയ്യാനും, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാനും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് സഹായിക്കും. ഞാനിപ്പോൾ ഹോട്ടൽ അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നിടത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. കാര്യം ഹോട്ടലുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ്. കാര്യം ഇപ്പോൾ അവർക്ക് ഫുഡ് പ്രൊഡക്ഷൻ പോലത്തെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബിവറേജസ് വയ്ക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കാണും, റൂംസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്, ഏതാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏതിലേക്കാണ് കൂടുതൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നത്, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു യൂസ്. മനസ്സിലായല്ലോ. നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരേ ബിസിനസ്സിൻ്റെ അകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതാണ് ഏറ്റവും മികച്ചതെന്നൊക്കെ മനസ്സിലാക്കാനും സഹായിക്കും. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിങ്ങും ബ്രാഞ്ച് അക്കൗണ്ടിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രാഞ്ച് എന്നും ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊന്ന് മനസ്സിലാക്കണം. പലർക്കും അത് അറിയത്തില്ല. ഒന്ന് നോക്കേണ്ടത്, ഇപ്പോൾ മൈജിയുടെ ഒരു ഷോറൂം നമ്മുടെ ലുലു മാളിൻ്റെ അടുത്തുണ്ട്, മൈജീൻ്റെ വേറൊരു ഷോറൂം പട്ടത്തുണ്ട്. ഇത് രണ്ടും എന്താണ്? അവരുടെ ബ്രാഞ്ചസ് ആണ്. ഓക്കെ, അതേസമയം നമ്മുടെ ലുലു മാൾ എടുത്ത് നോക്കിയാൽ ലുലു മാളിൻ്റെ അകത്ത് അവർക്ക് ലുലു കണക്റ്റ് എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരുടെ വേറൊരു ബ്രാഞ്ച് അല്ല. അവരുടെ ലുലു മോൾ എന്ന് പറയുന്ന ഒരു മേജർ യൂണിറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ലുലു കണക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ആ മേജർ ഫംഗ്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ഒരു മേജർ ഒബ്ജക്റ്റീവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സബ് യൂണിറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ബ്രാഞ്ചുകൾ തന്നെ അങ്ങനെയല്ല. പലപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉള്ള റെപ്പറ്റീഷനാണ്. ഇതിൻ്റെ അതേ മെയിൻ റെപ്പറ്റീഷൻ ആയിരിക്കും. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയല്ല. ഒരാൾ ചെയ്യുന്നത് ആയിരിക്കില്ല മറ്റേ ആൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്ങിനകത്ത് ഒരു സത്യം പറഞ്ഞാൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്. എന്ത് വരും? ഒരൊറ്റ എമൗണ്ട് കോളത്തിന് പകരം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ എമൗണ്ട് കോളം വരും. ഓക്കെ, ആ ഒരൊറ്റ വ്യത്യാസമേ സത്യം പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്ങിനകത്തുള്ളൂ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഒന്ന് അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം അറിയാം. നമ്മൾ അലോക്കേറ്റ് ചെയ്യുക മീൻസ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ് ഒരു ചിലവെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ നമുക്ക് പിന്നെ വലിയ പണിയില്ല. ഡയറക്റ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോർഷൻ എവിടെ പഠിച്ചിട്ടുണ്ട്? പാർട്ണർഷിപ്പിനകത്ത് പഠിച്ചിട്ടുണ്ട്. നമ്മളാണ് വീതിച്ച് കൊടുക്കുന്നത്. അവിടെയാണ് ഒരു അല്പം ഒന്ന് കാൽക്കുലേഷൻ വരുന്നത്. അല്ലാത്ത പക്ഷം അത് എളുപ്പമാണ്. അപ്പോൾ ചില എക്സ്പെൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വീണ്ടും ലുലു മാളിൻ്റെ ഉദാഹരണം തന്നെ പറയുന്നു. ഇപ്പോൾ ലുലു മാളിൻ്റെ അകത്ത് ലുലു കണക്റ്റ് ഉണ്ട്, ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? കുറേ ഇലക്ട്രിക്കൽ സാധനങ്ങൾ ലുലു മാൾ വാങ്ങിച്ചു. അതിൻ്റെ ചിലവ് എങ്ങോട്ടാണ് ഞാൻ അലോക്കേറ്റ് ചെയ്യേണ്ടത്? ഒരു സംശയമില്ല, ലുലു കണക്റ്റ് എന്ന് പറയുന്ന അവരുടെ ഇലക്ട്രിക്കൽ സംഭവങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു വിഭാഗത്തിലേക്കുള്ളതാണ്. എന്നാൽ ഞാൻ കുറേ പച്ചക്കറി വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു ലുലു മാളിന് വേണ്ടി. അതെങ്ങോട്ട് പോകും? ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകും. ഒരു സംശയമില്ല അല്ലേ? കാര്യം എന്താണ്? ഹൈപ്പർ മാർക്കറ്റിൻ്റെ സാധനം അവിടെ പോകേണ്ട, ഇവിടെ പോകേണ്ട, മറ്റേത് അവിടെ പോകേണ്ടത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇങ്ങനെ നമ്മൾ വേർതിരിച്ച് എക്സ്പെൻസുകളെ അവരുടെ ഹെഡിൽ വരേണ്ട അവർക്ക് തന്നെ കൊടുക്കുന്ന പരിപാടിയാണ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ചില എക്സ്പെൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അലോക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കറണ്ട് ബില്ല്, ലുലു മാളിൽ നിന്ന് ഒരു സാധനത്തിന് ഒരൊറ്റ കറണ്ട് ബില്ലല്ലേ വരത്തുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്തിട്ട് വീഴ്ച കൊടുക്കേണ്ടി വരും? ഈ പറഞ്ഞ ലുലു കണക്റ്റിനും ലുലു ഹൈപ്പർ മാർക്കറ്റിനൊക്കെ കറണ്ട് ബില്ല് ഇത്ര ഭാഗം ഇവിടെ നമ്മൾ എടുക്കണം, ഇത്ര ഭാഗം ഇവിടെ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞ് നമ്മളാണ് വീതിച്ച് എടുക്കേണ്ടത്. അല്ലാതെ കറണ്ട് ബില്ല് ഇവർക്ക് രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ട് വരത്തില്ല. രണ്ടൊരൊറ്റ ബിൽഡിങ്ങിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന സംഭവങ്ങളല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ. അതാണ് ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിധിച്ചു കൊടുക്കേണ്ടി വരുന്നതിന് അപ്പോർഷൻ വരുന്നത്. അവിടെ പ്രത്യേകത എന്താ? എങ്ങനെ അപ്പോർഷൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ സെയിൽസിൻ്റെ റേഷ്യോയിലായിരിക്കാം. പിന്നെ 2 സെയിൽസ് നടത്തുന്നതാണല്ലോ. അപ്പം 1 ലക്ഷം രൂപയുടെ സെയിൽ മൊത്തത്തിലുണ്ടെന്ന് വിചാരിക്കാം. അതിൽ 50,000 സെയിൽ കണക്റ്റ്, 50,000 സെയിൽ ഹൈപ്പർ മാർക്കറ്റാണ് നടത്തുന്നതെങ്കിൽ കറണ്ട് ബില്ല് വീതിച്ചെടുക്കുക. ഇല്ലെങ്കിൽ 30,000 സെയിൽ മാത്രമേ കണക്റ്റ് നടത്തുന്നുള്ളൂ, 70,000 സെയിൽ ആരാ നടത്തുന്നത്? ഹൈപ്പർ മാർക്കറ്റാണ് നടത്തുന്നുണ്ടെങ്കിൽ 3:7 എന്ന റേഷ്യോയിൽ ആ ഒരു കറണ്ട് ബില്ലിന് വീതിച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടാവും. ചില കാര്യങ്ങളെങ്കിൽ ഹിഡൻ ആയിരിക്കും, എന്നാലും നോക്കുക.
പിന്നെ ഒരല്പം ഒന്ന് കൺഫ്യൂഷൻ വരുന്ന സാധനം ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫറാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ സാധനം അങ്ങോട്ട് പോവുകയും ആ ഡിപ്പാർട്ട്മെൻറ്റിലെ സാധനം ഇങ്ങോട്ട് വരികയും ചെയ്യും. ഒന്നുമില്ല, ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഒരിടത്തിൽ നിന്ന് പോയതായിട്ട് മറ്റിടത്ത് എത്തിയതായിട്ട് നമ്മൾ കാണിക്കണം. അത് എവിടെ ആരുടെ എമൗണ്ട് കോളത്തിൽ എഴുതണം, ആരുടെ പേരിൽ എഴുതണം, അത് തിരിഞ്ഞു പോകാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ്സിൻ്റെ അകത്ത് എ എന്നും ബി എന്നും പറയുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 100 രൂപയുടെ സാധനം പോയി വിചാരിക്കുക. ഓക്കെ, നമ്മൾ എങ്ങനെ എഴുതണം? ആരുടെ അക്കൗണ്ടിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്ത് കാണിക്കണം? ആർക്കതൊരു പർച്ചേസ് പോലെ കാണിക്കണം? ബിയിനതൊരു പർച്ചേസ് പോലെ കാണിക്കണം. അപ്പോൾ ബിയിൻ്റെ അവിടെ എയിൽ നിന്ന് വന്ന് പെർട്ടിക്കുലർ കോളത്തിൽ എഴുതിയിട്ട്, പെർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ എന്ത് എഴുതണം? എയിൽ നിന്ന് വന്നു എന്ന് എഴുതിയിട്ട് എമൗണ്ട് കോളം എവിടെ എഴുതണം? ബിയുടെ എമൗണ്ട് കോളത്തിൽ ആ സാധനം വന്നതായിട്ട് കാണിക്കണം. ഇനി ആർക്കത് സെയിൽസ് പോലെ കാണിക്കണം? എയിനത് സെയിൽസ് പോലെ കാണിക്കണം. എന്നിട്ട് എന്ത് എഴുതണം? ബിയിലേക്ക് പോയെന്ന് പെർട്ടിക്കുലർ കോളത്തിൽ കാണിച്ചിട്ട് ആരുടെ എമൗണ്ട് കോളത്തിൽ എഴുതണം? എയുടെ എമൗണ്ട് കോളത്തിൽ സെയിൽസ് പോലെ എഴുതണം. അതൊന്നും തിരിച്ചറിയാം. അവിടെ ഒരു കൺഫ്യൂഷൻ വരാതിരുന്നാൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ വലിയ പ്രശ്നങ്ങളല്ല. പിന്നെ പ്രിപ്പയർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നുമില്ല. സാധാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈ പറഞ്ഞ പോലെ എമൗണ്ട് കോളം വിചരിച്ച് വരുമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഏറ്റവും എളുപ്പവും നല്ല രസകരമായ ഒരു ഏരിയ ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്. ഒന്ന് ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഏരിയ ചോദിക്കുക. ആസ് യൂഷ്വൽ നമ്മൾ എങ്ങോട്ട് പോവാണ്? കോഴ്സ് ഔട്ട്കം. ഈ കോഴ്സ് പഠിച്ചതിലൂടെ നിങ്ങൾ എന്തൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് നേടിയെന്നാണ് അവർ വിചാരിക്കുന്നത്? യു ഹാവ് ദ എബിലിറ്റി ടു പ്രിപ്പയർ അക്കൗണ്ട്സ് ഫോർ പാർട്ണർഷിപ്പ് ഫേം അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ. അതപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ ഇതിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോകരുത്. ഡിസൊല്യൂഷൻ്റെ സമയത്തുള്ള പാർട്ണർഷിപ്പിൻ്റെ അക്കൗണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ ആരും കഴിവുണ്ടെന്ന് ഉറപ്പാക്കുക. Evaluate the financial implication of various methods of maintaining capital account and their impact on partnership dissolution. Methods of maintaining capital account അറിയാലോ, ഏതൊക്കെയായിരുന്നു? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും പിന്നെ ഡിസൊല്യൂഷൻ്റെ സമയത്ത് ഈ ഫ്ലക്ച്വേറ്റിംഗ് അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റലൊക്കെ എന്നതിൻ്റെ ഗുണം അല്ലെങ്കിൽ ദോഷം എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. അതിലൊരു മേജർ പോയിൻ്റാണ് ഗാർണർ വേഴ്സസ് മുറേ റൂൾ എന്ന് പറയുന്നത്. എന്താണ്? ഇൻ കേസ് ഇൻസോൾവൻസി കൊണ്ടാണ്, ഒരു പാർട്ണറുടെ ഇൻസോൾവൻസി കൊണ്ടാണ് നമ്മളിത് പാർട്ണർഷിപ്പും അടയ്ക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പോയപ്പോൾ ഒരാൾക്ക് ഇൻസോൾവൻസി വന്നു വിചാരിക്കട്ടെ, ഗാർണർ വേഴ്സസ് മുറേ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് കൂട്ടരുടെയും ഫിക്സഡ് ക്യാപിറ്റലിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പിന്നെ ആ ലോസ് ഷെയർ ചെയ്തെടുക്കാൻ. അങ്ങനത്തെ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, അതായത് എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ മാത്രം ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിച്ചിട്ട് പിന്നീട് അവർക്കുണ്ടാകുന്ന ചിലവ്, ഇൻകവും എക്സ്പെൻസും എല്ലാം വേറൊരു അക്കൗണ്ടിൽ കൊണ്ട് കാണിക്കുക. എന്താണ്? കറണ്ട് അക്കൗണ്ടിൽ കണ്ട് കാണിക്കും. ഓണറിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ കൊണ്ടുപോയി കാണിക്കും. അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാലോ. ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ അവിടെ ഫിക്സഡ് ആയിട്ട് തന്നെ നിലനിൽക്കും, എന്ത് ചെയ്യത്തില്ല, പിന്നീട് അത് വലുതായിട്ട് നമ്മളെ ബാധിക്കത്തില്ല. എന്നാൽ ക്ലോസിങ്ങിൻ്റെ സമയത്ത് അതുപോലെ അല്പം മെനക്കേടാണ്. കറണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, അങ്ങനെ പണി കൂടുമെങ്കിലും ഗാർണർ വേഴ്സസ് മുറേ റൂൾ അപ്ലൈ ചെയ്യാൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പറയുന്ന ഇവാലുവേറ്റ് consignment transaction by analyzing the relationship between consignor and consignee and determine the profitability of consignment deal. അപ്പോൾ കൺസൈൻമെൻറ്റ് ഡീലിൻ്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കുക എന്നൊരു ഉദ്ദേശമുണ്ട്. അത് ആർക്കാണ്? കൺസൈനറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. ഇവാലുവേറ്റ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ബ്രാഞ്ചസ് ബൈ അനലൈസിംഗ് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് കീപ്പിംഗ് ബ്രാഞ്ച് അക്കൗണ്ടിങ് അസസിംഗ് ദി ഇമ്പാക്ട് ഓൺ ദ ഓവറോൾ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഏത് മെത്തേഡാണ് നമുക്ക് കൂടുതൽ ഇതുള്ള പ്രോഫിറ്റബിലിറ്റി ആക്സസ് ചെയ്യാൻ എളുപ്പം എന്നുള്ള രീതിക്ക് ആലോചിക്കുക. അതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ ലെവലിൽ ചിന്തിച്ചെടുക്കാൻ പറ്റത്തില്ല. ആപ്ലിക്കേഷന് വെറുതെ തല വെക്കേണ്ട വിട്ടാൽ. Evaluate the financial performance of departments by analyzing the profit generated by each department and assessing their impact on the overall business operation. ഇല്ലേ, വീണ്ടും അവർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നിങ്ങൾക്ക് അറിയാമെന്നാണ് അവർക്ക് അറിയേണ്ടത്. മനസ്സിലായില്ല? അല്ലാതെ കണക്ക് ചെയ്യാൻ മാത്രം അറിഞ്ഞു പോകുന്ന ഒരു തൊഴിലാളി ഇത്തരത്തിലല്ല അവർ പറയുന്നത്. ഇത് മനസ്സിലാവണം നിങ്ങൾക്ക്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പറയാനുമുള്ള ഒരു അറിവ് വേണം. ഈ പറഞ്ഞ പോലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് അവർ ക്യാഷ് ഇൻപുട്ട് വാങ്ങുന്നുണ്ടോ, അതിനനുസരിച്ച് ചിലവ് അവർക്കുണ്ടോ, ഏതാണ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എല്ലാം ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാതാക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് തന്നിട്ടാൽ ഒരു ടെയിൽ എൻഡിൽ ഇങ്ങനൊരു സാധനം കൂടെ വരാം.
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്? ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വി ഡോണ്ട് നോ. വൺസ് അഗൈൻ ഞാൻ പറയുന്നു, നിങ്ങളാണ് നമ്മുടെ പരീക്ഷണ വസ്തുക്കൾ. നിങ്ങളിലൂടെ വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരെങ്ങനെയായിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ എന്ത് ചെയ്യാം, ഈ പദ്ധതികളെല്ലാം വെറുതെ വെള്ളത്തിൽ ഒഴുകി കളഞ്ഞിട്ട് സാധാരണ പണ്ടൊക്കെ ചോദിക്കുന്ന അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്തെന്നും വരാം. വി ഡോണ്ട് നോ. പക്ഷേ ഇപ്പം നിങ്ങൾക്കറിയാലോ ക്വസ്റ്റ്യൻ പേപ്പർ, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കോഗ്നിറ്റീവ് ലെവൽ എന്നൊക്കെ പറഞ്ഞ സാധനമേ ഇല്ല. ബട്ട് ഇപ്പോൾ നമ്മളത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിക്ക് പ്രതീക്ഷിക്കാം. വി ഡോണ്ട് നോ. കേരള യൂണിവേഴ്സിറ്റിയാണ്, ഒന്നും അറിയത്തില്ല, കണ്ട് തന്നെ അറിയണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്നും മനസ്സിലുണ്ടാവട്ടെ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ, ഒന്നും മനസ്സിലുണ്ടാവട്ടെ. അപ്പോൾ എന്താണ് ഒരു ആപ്ലിക്കേഷൻ തലത്തിൽ അല്ലെങ്കിൽ ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാളെന്ന തലത്തിൽ എഴുതാനുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. വി ആർ ദെയർ ടു എക്സ്പ്ലെയിൻ. താങ്ക് യു.